പ്രധാനമന്ത്രിയുടെ രാജസ്ഥാൻ പ്രസംഗത്തിൻ്റെ പേരിലുള്ള വിവാദം അവസാനിക്കുന്നില്ല. അത് ആളിക്കത്തിക്കുകയാണ്. ചിലർ പറയുന്നു മോദി ഞങ്ങളാരും അങ്ങയിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം മോദി ഭക്തരെന്ന് ഭാവിക്കുന്ന കുറേ ആളുകൾ. മറ്റു ചിലരാവട്ടെ ഇത് തെരഞ്ഞെടുപ്പാണ്, ഹേറ്റ് ക്യാമ്പയിൻ അല്ല നടത്തേണ്ടത്, മോദി രാജ്യദ്രോഹമാണ് നടത്തിയെന്ന് പിണറായി വിജയൻ വരെ പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ മോദി പറഞ്ഞത്? ഒരു സംശയം കൂടി എനിക്കുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ നാട്ടിലെ അമ്മമാരുടെ താലി വരെ പറിച്ചെടുക്കുമോ? അതെ, രണ്ട് രീതിയിൽ ഞാനിതിനെ കാണാം. ഒന്ന്, വസ്തുതാപരമായിട്ട് മോദി പറഞ്ഞത് എന്താ, അതിൽ ന്യായമുണ്ടോ ശരിയുണ്ടോ എന്ന്. വേറൊന്ന്, ഒരു ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞിട്ട് നിനക്കിങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്കിങ്ങനെയും ചെയ്യാം. ഈ രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യം പറയാം. ഈ CAA വന്നു കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലെ മുസ്ലിങ്ങളെയെല്ലാം കപ്പൽ കയറ്റി സ്ഥലം വിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചതാരാ? അത് CAAയിലുണ്ടോ? CAA പൗരത്വം കൊടുക്കുന്ന നിയമമാണോ എടുക്കുന്ന നിയമമാണോ? കൊടുക്കുന്ന നിയമമാണ്. ഈ പച്ചക്കള്ളം ഈ നാട് മുഴുവൻ ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവന്മാർ. അതിനാർക്കും ഒരു ദണ്ണവുമില്ലേ? ഇത്ര വലിയ കള്ളം. അപ്പം മോദി തിരിച്ചു പറഞ്ഞെങ്കിൽ കണക്കായിപ്പോയി. നിങ്ങൾക്ക് കള്ളപ്രചരണം നടത്താമെങ്കിൽ മോദിക്കും കള്ളപ്രചരണം നടത്താം, ഇതിലും ഭംഗിയായിട്ട് നടത്താം. അതിനുള്ള അവകാശം ആ മനുഷ്യനുമുണ്ട്. നിങ്ങൾക്ക് എന്ത് കള്ളവും പറയാമെന്നോ? നിങ്ങളെന്താ ചെയ്ത്? CAA വിഷയം മാത്രം എടുക്കുക. പിണറായി വിജയൻ, രാഹുൽ ഗാന്ധി, VD സതീശൻ, ഈ തെമ്മാടികളെന്ന് തന്നെ വേണം പറയാൻ. ഇത്ര പച്ചക്കള്ളം എത്ര വർഷമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു. ഒരു മുസ്ലിമിനെ ഏതെങ്കിലും കൊച്ചുവെള്ളത്തിൽ കയറ്റി പറഞ്ഞു വിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ആ കള്ളം വീണ്ടും ആവർത്തിക്കാൻ ആർക്കെങ്കിലും നാണമുണ്ടോ? അതിന് പകരം മോദി ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണക്കായിപ്പോയി. ഒരു തെറ്റുമില്ല കാര്യത്തിൽ. ഇത് തെരഞ്ഞെടുപ്പാണ്. ഒരാൾ മാത്രം സത്യവാനും ബാക്കിയുള്ളവരൊക്കെ കള്ളം പറഞ്ഞ് ജയിക്കുന്നവരും ആ ഇക്വേഷൻ ചിലവാകില്ല. ഏതായുധമാണോ നിങ്ങൾ മോദിക്കെതിരെ ഉപയോഗിക്കുന്നത്, അതേ ആയുധം അതിലും സ്മാർട്ടായിട്ട് അതിലും ഷാർപ്പായിട്ട് മോദി തിരിച്ചടിക്കും. അടിച്ചു കഴിയുമ്പോഴുള്ള കരച്ചിലാണ് ഇപ്പോൾ ഈ കേൾക്കുന്നത്. പക്ഷേ ഇതാണ് സെക്കൻഡ് പാർട്ട്, ടിറ്റ് ഓഫ് ടാറ്റ്. ഇനി ഫാക്റ്റിലേക്ക് വരിക. മൻമോഹൻ സിംഗ് പ്രസംഗിച്ചതല്ലേ, അതെ, ഫസ്റ്റ് റൈറ്റ് ടു ദ റിസോഴ്സസ് ബിലോങ്സ് ടു മൈനോറിറ്റീസ് എന്ന് പ്രസംഗിച്ചതല്ലേ ലോക്സഭയിൽ. രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ നടത്തും എന്ന് വെച്ചാൽ സോഷ്യലിസം. ഇവർ പഴയ സോഷ്യലിസ്റ്റുകളാണ്. നെഹ്റുവിൻ്റെ കാലം മുതൽ 1962 സോഷ്യലിസം കോൺഗ്രസ് അവരുടെ പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നാക്കി മാറ്റി. ആവടി കോൺഗ്രസ്സിൽ, AICC ആവടി ചെന്നൈയിൽ, അതാണ് ആവടി സോഷ്യലിസം എന്ന് പറഞ്ഞ് പിന്നീട് കളിയാക്കിയ ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല 1962 മുതലെങ്കിലും. രണ്ടുപേരും ഒരേപോലെയാണ്. എന്താണ് ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സോഷ്യലിസം? സ്ഥിതി സമത്വം. അതായത് സുനിലിൻ്റെ കയ്യിൽ 1000 രൂപയുണ്ട്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. സുനിലിൻ്റെ 1000 രൂപയിൽ നിന്ന് 500 രൂപ എനിക്ക് തരിക, ഈക്വലായി, നോ എക്സ്പ്ലനേഷൻ റിക്വയർ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മോദി പറഞ്ഞത് പെണ്ണുങ്ങളുടെ കെട്ടുതാലി വരെ പറിച്ച് വീതം വയ്ക്കും. ശരിയല്ലേ? അതെ. നിങ്ങൾ ഓരോരുത്തരുടെയും സ്വത്ത് അന്വേഷിക്കുമെന്ന് പറയുന്നു. യുവർ വെൽത്ത്, യുവർ ഫിക്സഡ് ഡെപ്പോസിറ്റ്, എവറിത്തിങ് വിൽ ബി കാൽക്കുലേറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. അങ്ങനെ ചെയ്യുമ്പോൾ ചിലരുടെ താലി പോവും, ചിലരുടെ മാല പോവും, ചിലരുടെ കമ്മൽ പോവും, ചിലരുടെ തുണി പോവും, ചിലരുടെ വീട് പോവും, വീട് ചെറുതാകും, വീട് വെട്ടിമുറിക്കപ്പെടും. ഇത് മോദി പ്രസംഗിച്ചതിൽ തെറ്റെന്താ? ഫാക്റ്റല്ലേ അത്? ഇതല്ലേ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? രാഹുൽ പറഞ്ഞതാണ്, മറ്റേത് മൻമോഹൻ സിംഗ് പറഞ്ഞതാണ്. വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? മോദി ഇപ്പോൾ പറയുന്ന കള്ളവുമല്ല, അല്ല, രാഹുൽ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ് ചെയ്തത്. അതെ, അത് മറച്ചു വെച്ചിട്ടാണ് ഈ ക്യാമ്പയിൻ മുഴുവൻ. അതിപ്പോൾ ഇവരുടെ സമർത്ഥമായ ക്യാമ്പയിൻ ഇന്നിപ്പോൾ അമേരിക്ക അവർക്ക് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ടല്ലോ. മനുഷ്യാവകാശം ഇവിടെ കുറവാണെന്ന് സ്ഥിരം ഇറക്കുന്ന നമ്പറാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അമേരിക്ക ഇവരെ സഹായിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇന്ന് മിക്കവാറും നോക്കി, ഇന്ന് വൈകുന്നേരം അടുത്ത നരേറ്റീവ് തുടങ്ങും. അമേരിക്ക മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട്. അമേരിക്ക ഇവരുടെ അപ്പൂപ്പനല്ലേ അമേരിക്ക. വാസ്തവത്തിൽ അമേരിക്ക ഉണ്ടായത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കുക. ഈ യൂറോപ്യന്മാർ അങ്ങോട്ട് ചെന്ന് തദ്ദേശീയര ആൾക്കാരെ വെട്ടിക്കൊന്ന് കൊലപാതകം നടത്തി ഉണ്ടാക്കിയെടുത്ത സ്ഥലമാണ് അമേരിക്ക. അമേരിക്കയിൽ ഇവർ പോയത് ഇന്ത്യയെ അന്വേഷിച്ച് പോയതാണ്. അതറിയാമോ സുനിൽ? ഇന്ത്യയെ അന്വേഷിച്ചാണ് ഇവർ എക്സ്പെഡീഷൻ നടക്കുന്നത്. കടലിൽ പോയി ഇറങ്ങിയത് അമേരിക്കയിൽ. അവിടെ കണ്ട് ചെമ്പിൻ്റെ നിറമുള്ള മനുഷ്യർ, അവരെയാണ് ഇവർ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചത്.
അവർ റിസർവേഷൻസ് എന്ന് പറഞ്ഞിട്ട് കമ്പിവേലി ഇട്ടിട്ട് വേറെ പ്രദേശങ്ങൾ തിരിച്ചു കൊടുത്ത് ഇപ്പോഴും അമേരിക്കയിൽ താമസിക്കുന്നു അവർ. അവർക്ക് മെയിൻ സ്ട്രീമിലേക്ക് വരാൻ അനുവാദമില്ല. ഇൻക മായ 2 വംശങ്ങളെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കി യൂറോപ്യന്മാർ. അങ്ങനെ ഉണ്ടാക്കിയതാണ് അമേരിക്ക. അവരിപ്പോൾ നമ്മളെ മനുഷ്യാവകാശം പഠിപ്പിക്കുകയാണ്. അവർ തോളത്തെടുത്തുകൊണ്ട് നടക്കാൻ ഇവിടെ പിണറായി വിജയൻ മുതൽ രാഹുൽ ഗാന്ധി വരെ ഉള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ കള്ളപ്രചാരം നടത്തി ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് പോകുന്നുണ്ടല്ലോ. ഓൺ വാട്ട് ബേസിസ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇലക്ഷൻ കമ്മീഷനിൽ എന്ത് ചെയ്യണമെന്നാണ്, എന്താ ഇവരുടെ ആവശ്യം? ഇവരുടെ ആവശ്യം ഇലക്ഷൻ കമ്മീഷൻ ഇനിയുള്ള ഫേസിൽ മോദിയെ വിലക്കണം. അങ്ങനെ വിലക്കാൻ സാധ്യമല്ല എന്ന്. ഏത് ചട്ടപ്രകാരമാണ്? ഇത് ഇവരുണ്ടാക്കിയ ഒരു പൊതു തെറ്റിദ്ധാരണയാണ്. മതം പറയാൻ പാടില്ല, ജാതി പറയാൻ പാടില്ല. എവിടെ ഏത് ചട്ടത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? മതം പറഞ്ഞ് വോട്ട് തേടാൻ പാടില്ല എന്ന് പറഞ്ഞു കാണും. പക്ഷെ മതം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. മതം പറഞ്ഞ് വോട്ട് ചെയ്യുന്നത്, ഞാൻ ഹിന്ദുവാണ്, ഹിന്ദുക്കളെല്ലാം എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന, അതുപോലും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 5 സുപ്രീം കോടതി വിധിയാണ്. ഹിന്ദുത്വം ഒരു ജീവിത രീതിയാണ്, അതൊരു മതമല്ല. ശിവസേനയെ പറ്റിയൊക്കെയാണ് കേസ് വന്നത്, മനോഹർ ജോഷിയുടെ കേസ്. 5 ഹിന്ദുത്വ ജഡ്ജ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഇപ്പോഴും അറിയപ്പെടുന്ന 5 ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. ഹിന്ദു എന്ന് പറയാം, ഒരു തെറ്റുമില്ല. കാരണം ഹിന്ദു മതമല്ല, ജീവിത രീതിയാണ്. അതിലാണ് ഇവർ കുടുങ്ങിയിരിക്കുന്നത്. ഇവരുടെ ആവശ്യം വരുമ്പോൾ ഹിന്ദു മതമാണ്, അല്ലാത്തപ്പോൾ ഹിന്ദു ജീവിത രീതിയാണ്. BJP എതിർക്കാൻ വേണ്ടി ഹിന്ദു മതമല്ല. ആരാ ഹിന്ദു? നിങ്ങളൊക്കെ ഈഴവനും നായരും ദളിതൊക്കെ ആയിട്ട് തമ്മിൽ തല്ലി കഴിയുന്നില്ല. നിങ്ങളെങ്ങനെ ഹിന്ദുക്കളാകും? ശരി, തമ്മിൽ തല്ലി കഴിയുന്നവരാണെങ്കിൽ ഞങ്ങൾ ന്യൂനപക്ഷമല്ലേ ചേട്ടാ? അപ്പോൾ അതല്ല. അപ്പോൾ നിങ്ങൾ ഒറ്റ ബ്രാക്കറ്റില്ല, ഹിന്ദുക്കളാണ്. ഇങ്ങനെ തങ്ങളുടെ സൗകര്യത്തിന് മതത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളച്ചൊടിക്കുന്നു. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മതത്തെ അല്ലേ ഉദ്ദേശിക്കുന്നത്? കേരളത്തിൽ ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയും മുസ്ലിമുമാണ്. അല്ലാതെ സിഖോ, ബൗദ്ധ, ജൈന 4-5 എണ്ണവും ഉണ്ട് അവിടെ. പേരിന് നമ്മുടെ കവി ബാലേന്ദ്രൻ ചുള്ളിക്കാട് വരെ ബൗദ്ധനാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ കണ്ടിട്ട് ആരെങ്കിലും ന്യൂനപക്ഷക്കാരനെന്ന് പറയുക? ഇല്ലല്ലോ. എന്തിനായി ഈ കള്ളത്തരം കൊണ്ടു നടക്കുന്നത്? അതിൻ്റെ മറുപടിയാണ് മോദി കൊടുക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ കേരളത്തിലെ സകലമാന ആൾക്കാരും പേടിക്കും, ഹിന്ദുക്കളും പേടിക്കും, BJPക്കാർ വരെ പേടിക്കും. കാരണം ഈ 4 വശത്തു നിന്നുള്ള പ്രചരണ കോലാഹലം കൊണ്ട് അതാണ് ശരിയെന്ന് ഇവർ പോലും വിശ്വസിക്കുന്നു, BJP പോലും വിശ്വസിക്കുന്നു. അവർ പോലും അടക്കം പറയും, കാരണവരെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു, വേണ്ടായിരുന്നു. എങ്ങനെ ഇതിനെ ന്യായീകരിക്കും എന്നാണ് പ്രയാസം. ഇതിനെ ന്യായീകരിക്കാൻ ഒരു പ്രയാസമില്ല. നിങ്ങൾ ആ ഉള്ളിൽ നിന്ന് വരുന്ന സത്യം അങ്ങോട്ടങ്ങ് പറഞ്ഞാൽ മതി, ഒരു ഭയവുമില്ലാതെ. നാട്ടുകാർക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മതേതര മേലങ്കി ഊരിപ്പോവും. ഇനി അതുപോട്ടെ, ഞാൻ താലിയുടെ ഒരു കാര്യം കൂടെ പറയാം. താലിയറുപ്പ് സമരം കേരളത്തിൽ നടന്നില്ലേ? ഫോർട്ട് കൊച്ചിയിൽ നടന്നു താലിയറുപ്പ് തുടങ്ങിയത് തമിഴ്നാട്ടിലാണ്, DMK ആണ്. ഇവിടെ CPM DYFI അത് ഏറ്റെടുത്തു, താലിയറുത്തു. മഹാഭാവികൾ. സാധാരണ ഈ പഴയ താലി കേസ് എന്ന് പറഞ്ഞ കേസുണ്ട്. ഈ സിവിൽ കേസിൽ ജപ്തി വരുമല്ലോ. അപ്പം മലബാർ ഭാഗത്ത് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോഴാണ് മലബാറിൽ ജപ്തി നടക്കുന്നു. മൊത്തം ഗ്രാമത്തിലെ ആൾക്കാർ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് സങ്കടത്തോടെ നോക്കി നിൽക്കുന്നവർ ഓരോ സാധനം ലിസ്റ്റ് എടുത്തിട്ട് ഒരു പഴയ കുടിലാണ് ജപ്തി ചെയ്ത് അവസാനം ആ സ്ത്രീയുടെ കഴുത്തിൽ കിടക്കുന്ന താലി, ഒരു കറുത്ത ചരടും അറ്റത്തൊരു ആലിലെ താലിയാണുള്ളത്, അതും കൂടെ അഴിച്ചെടുക്കാൻ ഇയാൾ കൈ നീട്ടിക്കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞത് മാത്രമല്ല, ഗ്രാമവാസികൾ ഒന്നടങ്കം ഇവർക്കെതിരെ തിരിഞ്ഞു, ജപ്തിക്കാർക്കെതിരെ. ആ താലിയിൽ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭീകരമായ ചീത്തവിളിയും അക്രമാസക്തരായ ജനക്കൂട്ടം. സായിപ്പ് കുതിരപ്പുറത്തിരുന്നുകൊണ്ട് ഓർഡർ കൊടുത്തു, ജപ്തി നിർത്തി പോകാമെന്ന് പറഞ്ഞിട്ട് സായിപ്പ് സ്ഥലം വിട്ടു, ഇല്ലെങ്കിൽ സായിപ്പിനെ കൊന്നുകളയും. സായിപ്പ് പോയിട്ട് അവിടെ വിവരമുള്ള ആൾക്കാരെ വിളിച്ചു, റിസർച്ച് ചെയ്തു. അപ്പോഴാണ് സായിപ്പിന് താലി എത്ര കണ്ട് പ്രധാനമാണെന്ന് മനസ്സിലാകുന്നത്. അന്ന് മുതൽ ബ്രിട്ടീഷുകാർ സിവിൽ നിയമം, നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോഡ് ഉണ്ടല്ലോ, അതിനകത്ത് ഭേദഗതി വരുത്തി. താലി ഇത് മലബാറിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ വലിയ ലഹള നടന്നു. ജപ്തി ചെയ്തവരെ തല്ലാനൊക്കെ പോയി തല്ലി. അപ്പോൾ കർണാടക, മഹാരാഷ്ട്രയിലൊക്കെ മംഗളസൂത്രം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നമ്മൾ താലി എന്ന് വിളിക്കുന്നു. ഇതിനെ ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കി.
സ്ഥാവരജംഗമ വസ്തുക്കളെല്ലാം എന്ന് പറയുമ്പോൾ താലി ഒഴികെ, പിന്നെ താലി നിലവിളക്ക് ഒഴികെ, പിന്നെ താലി നിലവിളക്ക് വസ്ത്രങ്ങൾ ഒഴികെ, പിന്നെ താലി നിലവിളക്ക് വസ്ത്രങ്ങൾ അത്യാവശ്യ പാത്രങ്ങൾ ഒഴികെ, ഇങ്ങനെ ജപ്തിയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഒഴിവാക്കപ്പെട്ടു. ഇതെല്ലാം ഒഴിവാക്കപ്പെടാനുള്ള മൂലകാരണം താലിയാണ്. താലിയുടെ പ്രാധാന്യം കേരളത്തിൽ നോക്കൂ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും താലി കെട്ടുന്നു. യൂറോപ്യൻ ക്രിസ്ത്യാനി താലി കെട്ടുന്നുണ്ടോ? ഇല്ല, മോതിരം മാറലാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനി താലി കെട്ടും, മിന്ന് എന്ന് പറയും. താലി കെട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ കല്യാണം മുഴുവനാകുന്നില്ല. മുസ്ലിങ്ങൾക്ക് താലിയില്ല, അറേബ്യയിലെങ്കിലും താലിയൊന്നുമില്ല. ബട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് താലി വേണം. താലിയുണ്ട്. അവർ മുസ്ലിം രീതിയിൽ, ഞാൻ മുസ്ലിം കല്യാണങ്ങൾ കണ്ടിട്ടുണ്ട്, മുസ്ലിം രീതിയിൽ കല്യാണം കഴിക്കും അവർ. ഇത് കഴിഞ്ഞിട്ട് താലി കെട്ടെന്ന് പറഞ്ഞൊരു പ്രത്യേക ചടങ്ങ്, അത് കേരളത്തിന് മാത്രമുള്ളതാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രം. വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യും, താലി കെട്ടിക്കോട്ടെ, അപ്പോൾ കാരണന്മാരൊക്കെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും. കൊല്ലത്താണ് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഇത് കണ്ടത്. അപ്പോൾ ഈ താലി ഭാരതത്തിന് മാത്രമുള്ള, യൂണിവേഴ്സൽ പോലും അല്ല, മറ്റ് രാജ്യങ്ങളിലൊന്നുമില്ല, ഭാരതത്തിന് മാത്രമുള്ളതാണ്. അത് സകല മതങ്ങൾക്കും ഉണ്ട് താനും. നമുക്ക് ഈ ഇന്ത്യൻ യൂണിറ്റിയുടെ, കൾച്ചറൽ യൂണിറ്റിയുടെ ഒരു പ്രതിരൂപം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം താലിയാണെന്ന് പറയാം. നിസ്സംശയം. ഒരു സ്ത്രീയും ഈ താലി പൊട്ടിക്കാൻ സമ്മതിക്കില്ല. ആ താലി പൊട്ടിച്ചുകൊണ്ട് സമരം നടത്തിയ ആൾക്കാരാണ് DMKയും CPM. ഇത് പ്രധാനമന്ത്രി പറഞ്ഞാൽ തെറ്റെന്താ? ഞാൻ പറയുന്നത് ഈ ഡിബേറ്റ് ലെറ്റ് ഇറ്റ് കണ്ടിന്യൂ, ലെറ്റ് ഇറ്റ് അൺലീഷ് ദ ഹോൾ ഡിബേറ്റ്, ലെറ്റ് എസ് സി. ഇവർ ഡിഫെൻസീവിലായതുകൊണ്ടാണ് അയ്യോ മോദിയെ തടയണം, പറയരുത്. ഇല്ല, പറയുക മോദിയോട്. മോദി പറയട്ടെ. ഇവരെന്തിനാണ് ഭയക്കുന്നത്? എന്തുകൊണ്ടാണ്? എന്താ ഇവർക്ക് പേടി? ഇവർ പറഞ്ഞ സോഷ്യലിസമാണ് മോദി പറയുന്നത്. നിങ്ങളുടെ സോഷ്യലിസം അവസാനിക്കാൻ പോകുന്നത് ഇവിടെയാണ്. അല്ല, ഇവർ പറയുന്നൊരു കള്ളമുണ്ട്. രാജസ്ഥാനിൽ പറഞ്ഞത് അലിഗഡിൽ മോദി മയപ്പെടുത്തി എതിർപ്പ് ഭയന്ന എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അലിഗഡിൽ മോദി താലിയുടെ കാര്യം ആവർത്തിക്കുകയാണ് ചെയ്തത്. സുനിലെ, ഈ നരേറ്റീവിൽ ഇതെല്ലാം സംഭവിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മനോരമ ഒരേ വാർത്ത രണ്ടായിട്ട് കൊടുക്കുന്നത്. കോട്ടയത്ത് ഇസ്രായേൽ ആഞ്ഞടിക്കുന്നു, കോഴിക്കോട് ചെല്ലുമ്പോൾ അറബികളുടെ ഉഗ്രൻ തിരിച്ചടി. രണ്ട് തലക്കെട്ടാണ്, പക്ഷേ രണ്ട് സത്യവുമാണ്. അവിടെ അവരെ സമാധാനിപ്പിക്കാൻ, ഇവിടെ ഇവരെ സമാധാനിപ്പിക്കാൻ. ഇങ്ങനെയൊക്കെ ഇതുപോലെ മോദി മയപ്പെടുത്തി കൊയപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പലതുമൊക്കെ പറയും. അതൊക്കെ പോട്ടെ, മോദി റേസ് ചെയ്തൊരു വാലിഡ് പോയിൻ്റാണ്. അതിനെ പ്രതിപക്ഷം ഭയക്കുന്നു, ഈ ഡിബേറ്റിനെ അവർ ഭയക്കുന്നു. അതുകൊണ്ട് മറ്റ് വഴികളിലൂടെ എങ്ങനെയെങ്കിലും മോദിയെ തടയാമോ എന്ന് നോക്കുന്നു. അവരിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് പോയിരിക്കുന്നു. ഐ ഡോണ്ട് തിങ്ക് ദേ ആർ ഗോയിങ് ടു വിൻ, ബിക്കോസ് ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ഒഫൻസ് അല്ലാന്ന് ഇത്. ഇറ്റ് ഈസ് എ നോർമൽ പൊളിറ്റിക്കൽ സ്പീച്ച്. വാട്ട് ഈസ് റോങ് വിത്ത് ദാറ്റ്? യു പ്ലേ വിത്ത് മൈനോറിറ്റി സെൻറ്റിമെൻറ്റ്സ്. അല്ല, അത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ആധാരമാക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക, കോൺഗ്രസിൻ്റെ മുൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം, ഇതൊക്കെ വെച്ചിട്ടാണ് മോദിയുടെ ക്യാമ്പയിൻ. അതിൽ തെറ്റെന്താ? ഒരു മനോരമ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് മൻമോഹൻ സിംഗ് ഇങ്ങനെ പറഞ്ഞതെന്ന് മനോരമ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കൊടുക്കാതെ തരവില്ല. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ മാത്രമല്ല, ലോക്സഭയിൽ പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ആ വിഷ്വൽ തപ്പിയെടുത്താൽ കാണുമായിരിക്കും. ലോക്സഭയിൽ പറഞ്ഞു ഈ മനുഷ്യൻ. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ മറ്റേ വാക്കില്ല, റീഡ് മൈ ലിപ്സ് എന്നുള്ളത് അതില്ല. ലോക്സഭയിൽ റീഡ് മൈ ലിപ്സ് ഉണ്ട്. ഐ സ്പെസിഫിക്കലി റിമെമ്പർ അതിനെ ചൊല്ലി ഉണ്ടായ ബഹളത്തിന് കയ്യും കണക്കുമുണ്ട്. വലിയ ബഹളമായിരുന്നു അത്. മൻമോഹൻ സിംഗ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്തോ പറയുകയൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് പറഞ്ഞത് തന്നെയല്ലേ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മോദിയും പറഞ്ഞത് തന്നെയാണ്. ഇനി അതിൻ്റെ ചർച്ചകൾ തുടരട്ടെ. അത് തുടർന്ന് സത്യം പുറത്തു വരട്ടെ. ഇവരെയെല്ലാം ജനമധ്യത്തിൽ തുണിയുരിച്ച് കാണിക്കുന്ന ജോലി പ്രധാനമന്ത്രി ചെയ്യുന്നു. അദ്ദേഹത്തെ സഹായിക്കാനും ഇവിടെ ആളില്ലാതെ പോയി, നിർഭാഗ്യവശാൽ. അത് മാത്രമേ എനിക്ക് കരുതുള്ളൂ. ഏതായാലും മോദിയുടെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം ഇതുകൊണ്ട് നിർത്തുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. പറയുക മാത്രമല്ല, മിക്കവാറും ഇന്ന് വൈകുന്നേരം നരേറ്റീവ് അടുത്തതിറങ്ങും. ഇറ്റ് ഇസ് എ വാർ ഓഫ് നരേറ്റീവ്സ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്. ഇത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്ന മനുഷ്യൻ നരേന്ദ്രമോദിയാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ ഒരു വലിയ പ്രശ്നത്തിൽ ചെന്നപ്പെട്ടു. അവർ ശരിക്കും ധരിക്കുന്നു മോദി ബുദ്ധിയില്ലാത്തവനാണ്. ഞാൻ പലതവണ അവരോട് പറഞ്ഞു, നിങ്ങൾ മോദിയെ എന്ത് വേണമെങ്കിലും വിളിച്ചോ, ഫാസിസ്റ്റാണ്, ദുഷ്ടനാണ്, ക്രൂരനാണ്,
പിശാചാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ വിളിച്ചു. ബുദ്ധിശൂന്യൻ എന്ന് വിളിക്കരുത്. വിളിച്ച് ഇവർ തന്നെ അത് വിശ്വസിക്കുന്നു. അയാൾക്ക് ബുദ്ധിയില്ല. ഞാൻ പറഞ്ഞു, ഇന്ത്യ മഹാരാജ്യത്തിൽ 2 തവണ പ്രധാനമന്ത്രി ആകണമെങ്കിൽ കുറഞ്ഞ ബുദ്ധിയൊന്നും പോരാ മോനെ. കാരണം ഇൻറ്റേർണൽ ഫൈറ്റ്, നമ്മുടെ ജനാധിപത്യമല്ലേ, പാർട്ടിക്കുള്ളിൽ ഫൈറ്റ് ചെയ്ത് വരണ്ടേ ആദ്യം, എന്നിട്ട് വേണ്ട മറ്റ് പാർട്ടികളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ. ഇത് 2 തവണ നടത്തിയ മനുഷ്യൻ ബുദ്ധിശൂന്യനാണെന്ന് ഇവർ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇവർ പൊട്ടന്മാരെന്നല്ലേ നമുക്ക് പറയാം. മൂന്നാമത് എതിരാളിയില്ലാതെ നിൽക്കുന്നു. ആ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ സാമർഥ്യം. അല്ലെങ്കിൽ ഇങ്ങനെ ഉഴപ്പ് കളിക്കാം. ജനാധിപത്യത്തിൻ്റെ പേരിൽ 10-15 നേതാക്കളൊക്കെ ഉണ്ടായി, ഞങ്ങൾ കൂട്ടായ നേതൃത്വമാണ്. മോദി നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കൂട്ടായ നേതൃത്വം മുതലാവില്ല. അതിൽ പുള്ളിക്ക് വിശ്വാസം ഇല്ലായിട്ടല്ല. ഇപ്പോഴും പാർലമെൻ്ററി ബോർഡുണ്ട്, അവരോട് ആലോചിക്കുന്നുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ ഉയർത്തി കാണിക്കണം. അങ്ങനെയാണ് മോദി സിംഗിൾ പോയിൻ്റായിട്ട് റേസ് ചെയ്ത് വരുന്നത്. അപ്പോൾ എന്തായി, മൊത്തം നമ്മുടെ തെരഞ്ഞെടുപ്പ് അമേരിക്കൻ പ്രസിഡന്റ് പോലെയായി. മോദി ഇപ്പുറത്ത്, അപ്പുറത്ത് ആരാന്നുള്ള ചോദ്യത്തിൽ അതാണ് അവരുടെ ആശങ്കയും. പ്രസിഡൻഷ്യൽ മോഡലിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ള ഭയം വരുന്നത് അവിടെയാണ്. ജനാധിപത്യത്തിലെ ഒരു സാധ്യതയാണത്. പ്രസിഡൻഷ്യൽ മോഡലൊന്നും ആക്കണ്ട, ബട്ട് ആക്കാതെ തന്നെ അനൗപചാരികമായിട്ട് പ്രസിഡൻഷ്യൽ മോഡൽ എന്നുള്ള രീതിയിൽ വരും. ഇത് ആദ്യം കാണിച്ചത് കോൺഗ്രസ്സാണ്. ഇന്ദിരാഗാന്ധിയാണ് ഈ കളി തുടങ്ങിയത്. ഇന്ദിരാഗാന്ധി 1971 മഹാസഖ്യം എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്നത്തെ ഇന്ത്യ മുന്നണി പോലെ മഹാസഖ്യം എന്ന് പറഞ്ഞിട്ട് ജനസംഘം, സംഘടനാ കോൺഗ്രസ്, അവരൊക്കെ ചേർന്ന് വലിയ മഹാസഖ്യം. അവർ തന്നെ ജയിക്കുമെന്ന് എന്നെ പോലുള്ളവരൊക്കെ വിചാരിച്ചു. കാരണം ഇത്ര വലിയ സഖ്യമല്ലേ, ഇന്ദിരാഗാന്ധി ഒറ്റയ്ക്കല്ലേ. പക്ഷേ ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ മഹാസഖ്യം തകർന്നുപോയി. ഇന്ദിരയാണ് ഞങ്ങളുടെ നേതാവ്. നിങ്ങളുടെ നേതാവ് എന്താ നിങ്ങളുടെ പരിപാടി? ഫിനിഷ്. അതല്ല സമാന സാഹചര്യമല്ലേ ഇപ്പോഴും? അതെ. മാത്രമല്ല, അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു, വോ കഹത്തെ ഹേ ഇന്ദിരാ ഹട്ടാവോ, മേ കഹത്തി ഹൂം ഗരീബി ഹട്ടാവോ. ഇപ്പോൾ ഇന്ത്യ മുന്നണി പറയുന്നത് എന്താ? മോദി ഹട്ടാവോ. മോദി പറയുന്നത് എന്താ? ഭാരത് ബച്ചാവോ. സെയിം സിറ്റുവേഷൻ, ഓൾ ദിസ് ഡ്രാമ. ഇത് കോൺഗ്രസിൽ നിന്നൊരു പക്ഷേ ഈ തന്ത്രം മോദി പഠിച്ചതാണ്. ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യൻ വോട്ടർമാർ, ഇന്ത്യൻ സിസ്റ്റം എങ്ങനെയാണ് തൻ്റെ കയ്യിലാക്കേണ്ടത് എന്ന് പാഠം പഠിച്ചത് ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിയിൽ നിന്നായിരിക്കണം. ഒരു പാഠപുസ്തകമായിരിക്കാം മോദിക്ക്. ആയിരിക്കാം. ഏതായാലും മോദിയുടെ യാത്ര തുടരുകയാണ്. പ്രസംഗങ്ങളും ഇനിയും വരാനുണ്ട്. വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.